ധന്യമീ ജീവിതത്തിൽ ഇന്ന് ഒരു വിഷയമാണ് പറയുന്നത്. തലക്കെട്ട് കിടക്കുമ്പോൾ എന്താ പറ്റിയൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? അറിയേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം അറിയേണ്ട കാര്യം തന്നെയാണ് ധന്യമീ ജീവിതത്തിൽ പറയുന്നത്. ഒരു പ്രത്യേകതരം ചിരിയെക്കുറിച്ചാണ് പറയുന്നത്. കൃഷ്ണൻ സദാ പുഞ്ചിരി തൂയിക്കൊണ്ടിരിക്കുന്നു. ശ്രീരാമൻ ചിരിക്കുന്നു. എല്ലാ ദേവതകളും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചിരിയുടെ പേരാണ് മായാവിലാസഹസിതം. മായ കൂട്ടണം വിലാസം കൂട്ടണം അസിതം. ആകാശം പുഞ്ചിരി തൂയിക്കൊണ്ട് നിൽക്കുന്നു. അല്ല, കാർമേഘാവൃതാണ്. അല്ല, കാർമേഘം ഇവിടെ അടുത്തല്ലേ. വിമാനത്തിൽ കയറുമ്പോൾ തന്നെ മേഘത്തിൻ്റെ മുകളിലേക്കടുത്തി വിമാനം. പിന്നെ ഭൂമി ഇങ്ങോട്ട് ഇവിടെ നോക്കിയാലും കാണില്ല. ശുദ്ധമായ ശൂന്യത. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. കാറ്റ് നമുക്ക് ഏത് സമയത്തും ആഹ്ലാദം തരുന്നു. കാറ്റ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. അഗ്നിയാണല്ലോ ഈ ദൃശ്യം ഉണ്ടാക്കി. അഗ്നി എന്ന് പറഞ്ഞാൽ തീയ് എന്ന് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പിറകിൽ അഗ്നിയാണ്. തിളങ്ങുന്ന ഏതിൻ്റെ പിറകിലും അഗ്നിയാണ്. ഇരുട്ടിൻ്റെ പിറകിലും അഗ്നിയാണ്. ഇരുട്ടിനെ ഇപ്പം കണ്ടില്ലേ? കണ്ടു. കാണണമെങ്കിൽ രൂപം ഉണ്ടാവണ്ടേ? ഇരുട്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പം ആ ഇരുട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു പ്രകാശം ഇരുട്ടിലുണ്ട്. അത് അഗ്നിയാണ്. അത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഇരുട്ടിലെ പ്രകാശത്തെ വേർതിരിച്ചെടുക്കാൻ മൂങ്ങയ്ക്ക് കഴിയും. മൂങ്ങയുടെ രാത്രികൾ മൂങ്ങയുടെ പകലുകൾ തന്നെയാണ്. ഇതൊരു മായയാണ് എന്നറിഞ്ഞും കൊണ്ട് ഹസിതം, ചിരിക്കുന്ന ചിരിയാണ് മായാവിലാസ ഹസിതം. വളരെ പ്രായക്കൂടുതലുള്ള ഒരാളെ മാവൻ തൈ വയ്ക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചത് എന്തിനാണ്? ഇതാണ് എന്നെ ദയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് തൈ വേണ്ടേ? ഒരു മാവ് വലുതായി അത് വെട്ടി ശവസംസ്കാരത്തിന് ഉപയോഗപ്പെടണമെങ്കിൽ വർഷത്ര വേണം. ഇതാര് കേട്ടു? ആ വ്യക്തിയുടെ കണ്ണിൽ ഈ വ്യക്തിക്ക് അധികം ആയുസില്ല. അത്ര പ്രായമായ വൃദ്ധനാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ വലുതായിട്ട് ഇതിൻ്റെ മരം കുത്തി മുറുക്കത്തക്ക കാലം ജീവിച്ചിരിക്കുമോ ചോദിച്ചില്ല. ഒന്ന് ചിരിച്ചു, പോട്ടെ. ആ ചിരി മായാവിലാസ ഹസിതമാണ്. യുദ്ധം ചെയ്യാൻ വന്നവരെ നോക്കി, യുദ്ധം ചെയ്യുന്നവരെ നോക്കി കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ പുഞ്ചിരി? കുറേ പേര് യുദ്ധം ചെയ്യാൻ വരുന്നു, കുറേ പേര് മരിക്കണു, കുറേ പേര് ജീവിക്കുന്നു. ആര് മരിക്കണം ആര് ജീവിക്കണമെന്ന് താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിശ്ചയിക്കുകയും കൃഷ്ണൻ തന്നെ പറഞ്ഞത് ഗീതയിൽ, ഞാൻ എല്ലാവരെയും കൊന്നുവെച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ കൊന്നവരെ പിന്നെ ബാക്കിയുള്ളവർ കൊല്ലുമെന്ന് തോന്നുകയാണ്. ആ ചിരി മായാവിലാസ ഹസിതം ആണ്. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി.
രാമന് ദുഃഖം സഹിക്കാൻ വയ്യ. രാമൻ നിലവിളിച്ചുകൊണ്ട് പോയി. വൃക്ഷങ്ങളോട് സീതയെ 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 കണ്ടു എന്ന് ചോദിച്ചു. അത് വായിക്കുമ്പോൾ നമ്മൾക്കൊരു മന്ദഹാസം വരുന്നു. അതാണ് മായാവിലാസാചിരം. കാരണം രാമൻ കരണമെന്നില്ല, സീത എവിടെയും പോയിട്ടില്ല. രാമനും സീതയും കൂടി ഇവിടെ അവതരിച്ച് എന്തിനാണ്? രാവണനെ നിഗ്രഹിക്കാണ്. ആ രാവണൻ ഈ സീതയെ കൊണ്ടുപോകണ്ടേ? ആ കൊണ്ടുപോകണ്ടേ എന്ന് അതിന് ഒരുക്കമാണ്. സീതയെ കൊണ്ടുപോകാനൊന്നും രാവണൻ വിചാരിച്ചാൽ പറ്റില്ല. അഗ്നി ഭഗവാൻ രാമനോട് പറഞ്ഞു. രാമൻ പറഞ്ഞു ആയിക്കോട്ടെ. അഗ്നിയിൽ നിന്ന് പിന്നീട് മായാസീതയുണ്ടായി. മായാസീതയാണ് കൊണ്ടുപോയത്. അപ്പൊ രാമൻ എന്തിനാ കരയാണ്? ഒന്നാമത് സീതയെ തന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ. വേറൊരു കാര്യം, സീതയെ തന്നെ യഥാർത്ഥത്തിൽ തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. രാമൻ ഇവിടെ അവതരിച്ചെന്തിനാ? ഇതാണ് പ്രപഞ്ചം. നാളെ നടക്കാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം. ഇവിടെ ജനിച്ചവരൊക്കെ മരിക്കും. എന്നിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മായാവിലാസ അസിതം. കടലുണ്ടി തീവണ്ടി അവിടെ ഉണ്ടായി. രക്ഷപ്പെട്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്നെ രക്ഷപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കണ്ട. അതെന്താ? ഗുരുവായൂരപ്പൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ മരണം ഉണ്ടായി. ഗുരുവായൂരപ്പൻ അവരെ കൊന്നു എന്നല്ലേ അർത്ഥം? അത് ശരിയാ, രക്ഷപ്പെടുത്തിയൊന്നും പറയണ്ട. അങ്ങനെ രക്ഷപ്പെടുത്തിയെങ്കിൽ ആ പറഞ്ഞ വ്യക്തി ഇപ്പം ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ കൊല്ലം മരിച്ചു. മുഴുവൻ മായയാണ്. എന്നിട്ട് മായയല്ലാത്ത രീതിയിൽ നമ്മൾ അഭിനയിക്കുന്നു. ഓരോരുത്തരുടെ ഭാവവും മായാവിലാസ അസ്ഥിരമാണ്. കോമഡി കാണിച്ച് നമ്മളെ ചിരിപ്പിക്കുന്നു. ആ വ്യക്തി ഉള്ളിൽ കരയുകയാണ്, നമ്മൾ ചിരിക്കുന്നു. ഇതില്ലാത്തതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ലേ? ഒരു വെളുത്ത തിരശ്ശീലയിൽ ഈ ചിത്രങ്ങൾ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രെയിമിൽ ഇത്ര നീക്കമുണ്ടായാൽ ചലിക്കുന്നതായിട്ട് തോന്നും. ശരിക്കും ചലിക്കുന്നില്ല, പക്ഷെ ചലിക്കുന്നതായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടായതോട്ടൊക്കെ നമുക്ക് തോന്നുന്നു. ഈ രീതിയിൽ പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു വീക്ഷണം വരാം. ആ വീക്ഷണം വരുമ്പോൾ നമ്മുടെ ചുണ്ടിൽ വിരിയുന്നതാണ് മായാവിലാസ ഹസിതം. പേരക്കുട്ടിയെ നോക്കിയിട്ട് അവസാനം വയസ്സ് കാലത്ത് എനിക്ക് ഇവനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കേൾക്കുന്നവൻ ചിരിക്കും. 2 കൊല്ലം കഴിയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എന്നും ഇവിടെ സ്ഥായിയായിട്ട് ജീവിക്കുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ പെരുമാറ്റം. പ്രകൃതിയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊണ്ടിരിക്കുന്ന ആ പുഞ്ചിരിയുടെ പേരാണ് മായാവിലാസ ഹസിതം. മായ കൂട്ടണം വിലാസം കൂട്ടണം ഹസിതം. എവിടെയുണ്ട്? ഒരേമാതിരിയുള്ള രോഗികളെ കണ്ടിട്ട് ഇവർ മരിക്കുന്ന ഡോക്ടർക്ക് അറിയാം. അടുത്ത വ്യാഴാഴ്ചക്ക് മാറുമൊക്കെ ഗൾഫിലേക്ക് പോകേണ്ടതാണ് കേൾക്കുമ്പോൾ ഡോക്ടറുടെ ചുണ്ടിൽ ഉണ്ടാകുന്ന പ്രകാശമാണ് മായാവിലാസ അസുഖം. ആ ഡോക്ടർ വീട്ടിൽ പോയിട്ട് ഷെയർ മാർക്കറ്റിൽ ഇന്നത്തെ ഷെയർ എടുക്കുക, അതിൻ്റെ വില കൂടും എന്ന് പറയുമ്പോൾ പ്രപഞ്ചശക്തി ചിരിക്കും. ആ ഷെയറിന് വില കൂടുന്ന കാലം അത്രയും കാലം ഈ ഡോക്ടർ ജീവിച്ചിരിക്കില്ല എന്ന ശക്തി വിശേഷത്തിനറിയാം.
അങ്ങനെ വരുമ്പോൾ വൃക്ഷങ്ങൾ, ചെടികൾ, പർവ്വതങ്ങൾ, വ്യക്തികൾ, നമ്മൾ പരസ്പരമുള്ള ചിരിയൊക്കെ എന്താണ്? മായാവിലാസ അസിതം. സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, വന്നു ചിരിച്ചു. എവിടെയാ വീട്? ഇന്നോടത്തിയിലാണ്, തലശ്ശേരിയാണ്. ആ ചിരി അത് കഴിഞ്ഞാൽ പിരിഞ്ഞ ഈ ജന്മം കാണില്ല. മായാവിലാസ അസിതം. ഇന്നത്തെ ദിവസം ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകർ ഇതിൻ്റെ അർത്ഥത്തെപ്പറ്റി കൂടുതലൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.